നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 840 ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൻ്റെ അവസാന അധ്യായം ആണ്, ഭാഗമാണ്. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 840 ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്തിലെ 91 സർഗം പ്രണാമവും ഭഗവത് പ്രസാദവും, നമസ്കാരവും ഭഗവത് പ്രസാദവും. അതിലെ 8ാമത്തെ ശ്ലോകമാണ് ഇന്നലെ കഴിഞ്ഞ് നിർത്തിയത്. എന്തായിരുന്നു? ഭവഭീതിയകറ്റിയിടാൻ ഉപദേശിച്ചതാം ഹരി. സാക്ഷാൽ ശ്രീഹരി ഭാഗവതം നമ്മളെ ഉപദേശിക്കുന്നത് ഭവഭീതി, ഭാവനകളാൽ സൃഷ്ടിക്കുന്ന ഭയം. നാളെ എന്താവും അറിയില്ല, എന്തിനാ അങ്ങനെ ഭയപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇന്ന് നന്നായാൽ അതിൻ്റെ ഫലമാണ് നാളെ. അപ്പോൾ ഇന്ന് നന്നായാൽ സത്പ്രവർത്തികൾ ചെയ്താൽ നാളെ നന്നായി, ഫലം നല്ലതാവും. ഒരിക്കലും ചീത്ത പ്രവർത്തികൾ ചെയ്യാതെയിട്ടിരുന്നാൽ മതി. ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ കണ്ട് സജ്ജന പരിപാലന തൽപരന്മാരായിട്ട് ജീവിതം കഴിക്കാൻ സാധിച്ചാൽ ആ ജീവിതത്തിൽ അഴുക്ക് സംഭവിക്കില്ല. അപ്പോൾ നമ്മൾക്ക് വൈരാഗ്യം തിങ്ങുവതും കൃഷ്ണലീലാമൃതാബ്ധിയിൽ, ജീവിതത്തിനോട് കൂറുണ്ടാവുക എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാണ്ടിരിക്കാനുള്ള തയ്യാറെടുപ്പാണെങ്കിലേ അത് കൂറായിട്ട് മാറുള്ളൂ. ഇപ്പോഴും ജീവിച്ചു, ഇനിയും വരുന്ന ജന്മങ്ങളിലും എനിക്ക് മനുഷ്യനായി ജനിക്കണം, എനിക്ക് അത് വേണം ഇത് വേണം, ലൊടുക്ക്, അങ്ങനെ ആവരുത്. അപ്പോൾ ഇനഫ്, ഈ ജന്മത്തോടു കൂടി എനിക്ക് എന്ത് വേണം? മോക്ഷം സംഭവിക്കണം, ജനന മരണമില്ലാത്തൊരവസ്ഥയെ പ്രാപിക്കുക. അതാണ് വൈരാഗ്യം ഉൾത്തിങ്ങുവതും കൃഷ്ണലീലാമൃതാബ്ധിയിൽ, കൃഷ്ണൻ്റെ ലീലകളാകുന്ന സമുദ്രത്തിൽ മുങ്ങാൻ സാധിക്കണം നമ്മൾക്ക്. ഇനി 9ാമത്തെ ശ്ലോകം നോക്കുക. സജ്ജനങ്ങളെ ആറാടിപ്പതുമാം കഥയാണിതിൽ. എൻ്റെ വായയിൽ ഭഗവാൻ തിരികെ തന്നു ഇല്ലേ? ഞാൻ ആ ശ്ലോകം നോക്കിയിട്ടല്ലല്ലോ. ഇതാണ് എൻ്റെ മുമുക്ഷുത്വം. ഐ ആം വെരി ഹാപ്പി. ഇത്രയും വലിയൊരു സബ്ജക്റ്റ് എടുത്ത് പറഞ്ഞു തീർക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും സജ്ജനങ്ങളുടെയും അനുഗ്രഹാശിസുകളാണ്. അപ്പോഴാണ് ഭാഗവത ഭക്തദാസൻ എന്നുള്ള പ്രമാണം നിലനിൽക്കുള്ളൂ. അപ്പോൾ പറയുന്നു, സജ്ജനങ്ങളെ ആറാടിപ്പതുമാം കഥയാണ് ഇതിൽ വിശിഷ്ടം ഈ പുരാണത്തിൻ വിഷയം സപ്രയോജനം. എല്ലാവർക്കും, ഈ ലോകത്തിലുള്ളവർക്കൊക്കെ പ്രയോജനമാവുന്ന രീതിയിലാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം സൃഷ്ടിച്ചിട്ടുള്ളത്. മഹത്താം ഫലവും മഹാത്മ്യവും തെല്ലുര ചെയ്തിടാം. മഹത്താം ഫലം എന്താണ് ഈ ശ്രീകൃഷ്ണലീലാമൃതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് പറയാം. മഹാത്മ്യവും തെല്ലുര ചെയ്തിടാം. ജീവാത്മാ പരമാത്മ ഐക്യം പ്രതിപാദകമെങ്കിലും, അതായത് ജീവനും പരമാത്മാവും കൂടി ലയിക്കുകയാണ് എങ്കിലും ശ്രീമൽ ഭാഗവതം ഭക്തിപ്രധാനം വേദസാരമാം. ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? അത് പറയണത് ശ്രീമൽ ഭാഗവതം ഭക്തിപ്രധാനം വേദസാരമാം. വേദങ്ങൾ പഠിച്ച അനുഭവം ഉണ്ടാവുന്ന വേദസാരമാം. മഹാപുരാണം സ്കന്ധാദി സകലം യോഗ്യമെങ്കിലും, വോള്യൂം വൈസ് നോക്കുകയാണെങ്കിൽ സ്കന്ദപുരാണമാണ് വലുത്. പക്ഷേ മാഹാത്മ്യം നോക്കുമ്പോൾ ഭാഗവതാണ് വലുത്. ഇതിൻ്റെ മധുമാധുര്യം ഒരിത്തിരി നുകർന്നവൻ, അതാണ് ഭാഗവതം നുകർന്നവൻ, ഭാഗവത രസം നുകർന്നവൻ പിന്നെ പുനർജന്മമില്ല അവൻ രക്ഷപ്പെട്ടു.
അപ്പോൾ ഇതിൻ്റെ മധുമാധുര്യം ഒരു തിരുനുകർന്നവൻ മറ്റൊന്നും നോക്കിടാ കൃഷ്ണ പാദാംബുജ നിമഗ്നനാം. ഇത് ശരിക്ക് പഠിച്ചാൽ ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ ലയിക്കാം, നിമഗ്നനാവുക, മുങ്ങിത്താടാം. ഭക്തിയുടെ സാന്ദ്രത വർദ്ധിക്കും. അപ്പോൾ പിന്നെ അതിന് മുങ്ങിത്താടാൻ എന്താ ബുദ്ധിമുട്ട്? അത് മുഴുവനും മധുവാണികളാണ്. മധുവാണികളെ ഒന്ന് തേൻ കിനിയുന്നത് എന്നർത്ഥം, അമൃതം കിനിയുന്ന വാക്കുകളാണ്. അപ്പോൾ നദിയിൽ ഗംഗ, വെണ്ണോരിൽ അച്യുതൻ. വിണ്ണോരിൽ ദേവന്മാരിലെ കേമൻ അച്യുതൻ തന്നെയാണ്, ച്യുതിരഹിതനാണ്, നാശമില്ല. ബാക്കിയുള്ളവർക്കൊക്കെ നാശമുണ്ട്. അപ്പോൾ നദിയിൽ ഗംഗ, വിണ്ണോരിൽ അച്യുതൻ, വിഷ്ണു ഭക്തരിൽ ശിവനും. വിഷ്ണു ഭക്തന്മാരിൽ കേമൻ ആരാന്ന് ചോദിച്ചാൽ ശിവനാണത്രേ. അത് വായിച്ചു പഠിക്കണം. വിഷ്ണു ഭക്തന്മാരിൽ ശിവനും പോൽ ഇത് എന്നെന്നും പുരാണങ്ങളിൽ ഉത്തമം. എന്നെന്നും പുരാണങ്ങളിൽ ഉത്തമമായിരിക്കണം ഏതാ? ഭാഗവതാണ് എന്ന് പറയുന്നു. ശ്രീമൽ ഭാഗവതം പുണ്യപുരാണം വൈഷ്ണവപ്രിയം. ശ്രീമൽ ഭാഗവതം പുണ്യപുരാണം വൈഷ്ണവപ്രിയം. ഗൈർവാണിയാം കൈരളിയായാലോ കൃഷ്ണകഥാമൃതം. അപ്പോൾ ഈ വൈഷ്ണവപ്രിയമായിട്ടുള്ള ഗീർവാണങ്ങൾ, അങ്ങനെയാണ് അതിന് പറയുക, അതായത് വേദസാരങ്ങൾ. കൈരളിയായാലോ, മലയാളത്തിലായാൽ അതെന്തായി? കൃഷ്ണകഥാമൃതം. കൃഷ്ണകഥാമൃതം. അപ്പോൾ പറയണു വേദകൽപ്പക വൃക്ഷത്തിൻ മധുപൂറും നറും പഴം. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ എന്തൊക്കെയുള്ളത്? വേദകൽപ്പം, വേദമാകുന്ന കൽപ്പകവൃക്ഷത്തിൽ മധുപൂറും മധുകിനിയും നറും പഴം. വ്യാസമാമുനി പാർത്തട്ടിന്നേകയുള്ളൊരനുഗ്രഹം. വ്യാസമാമുനി, വ്യാസനായിരിക്കുന്ന ഋഷിമാരിൽ കേമനായിരിക്കുന്ന വ്യാസര് ഭൂമിയിലുള്ളവർക്ക് ഏകിയ ഒരു അനുഗ്രഹമാണ് ഏത്? ശ്രീകൃഷ്ണ കഥാമൃതം. പിന്നെ പറയണു ഭക്തിജ്ഞാന വിരാഗാതിരത്നം വിളയും ആകാരം. ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിൻ്റെ ശരീരഘടന എന്താന്ന് ചോദിച്ചാൽ ഭക്തിജ്ഞാന വിരാഗം. ഭക്തിയും ജ്ഞാനവും വിരാഗവും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഉള്ളതുണ്ടെങ്കിലേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് പറയരുത്. എല്ലാം പോയാലും നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഉള്ളതൊക്കെ ദാനം ചെയ്തിട്ട് ഇനി ജനിക്കാത്ത രീതിയിൽ മോക്ഷം കിട്ടണതാണ് ശരിക്കും അതിനാണ് ഈ തപസ്. ഒന്നും ആഗ്രഹിക്കരുത്, ഇനഫ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭക്തിജ്ഞാന വിരാഗാദി രത്നം വിളയും ആകരം. ഭഗവത്പാദ പദ്മത്തിലെത്തിക്കും മണിവാഹനം. തങ്കഭസ്മ അങ്ങനെയുണ്ട്. തങ്കഭസ്മ കൂറിയിട്ട പെണ്ണേന്നല്ല കേട്ടോ, തങ്കഭസ്മം കൂറിയിട്ട ഭക്തന് ഭഗവത് പാദാരവിന്ദത്തിലെത്താനുള്ള അനുഗ്രഹീതമായ ഒരു തേരാണ് ശ്രീകൃഷ്ണ കഥാമൃതം. ഭഗവത് പാദപത്മത്തിൽ എത്തിക്കും മണിവാഹനം. അനന്ത കല്യാണ ഗുണനിധാനം നിത്യനൂതനം. അനന്ത കല്യാണ ഗുണനിധാനം നിത്യനൂതനം. എപ്പോഴും പുതുതായിട്ട് തോന്നും, വായിക്കുമ്പോൾ ഒക്കെ പുതുതായിട്ട് തോന്നും. അനന്ത കല്യാണ ഗുണനിധാനം നിത്യനൂതനം. കൃഷ്ണലീലാരസം മുറ്റി നിൽക്കും അക്ഷയഭാജനം. കൃഷ്ണ കൃഷ്ണ എന്നുള്ള നാമത്തിൻ്റെ ധ്വനി നറും തേനിനെ പോലെ ആസ്വദിക്കുന്ന. നറും തേൻ, പുതിയ തേൻ എങ്ങനെ ഉണ്ടാവും? കൃഷ്ണലീല രസം മുറ്റി നിൽക്കും അക്ഷയവാചനം. കരളിൻ മുക്തി സോപാനം. കരളിൻ്റെ മുക്തി സോപാനം, മോക്ഷത്തിനുള്ള സോപാനാണ് ഇതിൽ ഓരോ ശ്ലോകങ്ങളും. അതിങ്ങനെ തത്തി 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 ഇങ്ങനെ കയറി പോകണം. വായിച്ച് അതിൻ്റെ രസാനുഭൂതി ചോരാതെ കണ്ട്. കരളിൻ മുക്തി സോപാനം കലികൽമഷനാശനം. കവികൾക്ക് ഇതെടുത്തിടിൽ ഒടുങ്ങാത്ത മഹാധനം. അത് വളരെ രസമാണ്. എന്താ താമരശ്ശേരി പറഞ്ഞത്? താമരശ്ശേരി കൃഷ്ണൻപിടുത്തിൽ പറയണത് കവികൾക്ക് ഇത് എടുത്തിടിൽ ഒടുങ്ങാത്ത മഹാധനം. ശരിയാണ്. എൻ്റെ ബാങ്ക് ബാലൻസ് 0 ആണ്, പക്ഷെ ആധ്യാത്മികമായിട്ടുള്ള ബാങ്കിൽ കോടിക്കണക്കിന് ഡെപ്പോസിറ്റാണ്. ഇതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ഈ 24,000 ശ്ലോകങ്ങളിൽ എത്ര അക്ഷരങ്ങളുണ്ട്?
ആ അക്ഷരങ്ങൾ കൂടിയാൽ എത്ര വാക്കുകളുണ്ട്, അത്രയും കോടി ഭക്തിയുടെ നാണയം അതിലുണ്ടതാ. ഞാൻ മനസ്സിലാക്കിയതാ, നിങ്ങൾക്കത്ര മനസ്സിലാക്കാൻ പറ്റി എനിക്കറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കവികൾക്ക് ഇതെടുത്തേടിൽ ഒടുങ്ങാത്ത മഹാധനം, ലോകത്തിനു സമാധാനം. ഇത് കേട്ടവർക്കൊക്കെ ലോകത്തിനു സമാധാനം, മതിമാന്മാർക്കു ജീവനം. ജീവിക്കാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ എ സിയും കാറും കോപ്പും അല്ല. ജീവിത സന്ധാരണത്തിൽ എത്ര വലിയ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അത് തരണം ചെയ്യാനുള്ള ഒരു ഉത്തമ മാധ്യമമാണ് ഇത് പറഞ്ഞു തരുന്നത് നമ്മൾക്ക്. വാട്ട് മേ കം, ഐ ആം പ്രിപ്പയർഡ് ടു ക്രോസ് ഇറ്റ്. അതായത് മുടന്തനും മലകൾ താണ്ടും എന്ന് പറയുന്ന മാതിരിയാണ്. കാലില്ലാത്തവനും മലകൾ താണ്ടറുണ്ട്. അതെങ്ങനെ? മനഃശുദ്ധി കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിനു സമാധാനം, മതിമാന്മാർക്ക് ജീവനം, പാവനങ്ങളിൽ അത്യന്ത പാവനം, പുണ്യവർദ്ധനം. പാവനങ്ങളിൽ അത്യന്ത പാവനം, പരിപാവനമായിട്ടുള്ള കാര്യങ്ങളിൽ അതീവ പരിപാവനമായിട്ടുള്ളതും പുണ്യവർദ്ധനം. പുണ്യവർദ്ധനം ഈ ശ്രീകൃഷ്ണ കഥാമൃതം മനസ്സിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് പുണ്യം വർദ്ധിക്കുകയും, അത് എത്രയെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിക്കും മേലെ, അതുക്കും മേലെ, ഇതുക്കും മേലെ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഭക്തിപൂർവം ഇത് ഒട്ടൊന്ന് നുകർന്നിടുകിൽ ഏവനും. ബ്രാഹ്മണ ക്ഷത്ര വൈശ്യശൂദ്ര വ്യത്യാസമില്ല. ഭക്തിപൂർവം ഇതൊട്ടൊന്നു നുകർന്നിടുകിൽ ഏവനും, മഹാഭാഗവതോത്തം സംരത്നമായി തന്നെ മിന്നിടും. ഇനി എന്താ വേണ്ടത്? ഭക്തിപൂർവം ഇത് മനസ്സിലാക്കി നുകർന്നിടുകിൽ ഏവനും, എവിടെയും എപ്പോഴും, മഹാഭാഗവതോത്ത സംരത്നമായി തന്നെ. എന്തൊക്കെയാ പറഞ്ഞത്? മഹാഭാഗവതോത്തം സംഘം, ഉത്തമന്മാരിൽ ഹംസമായിട്ട് രത്നമായിട്ട് മാറുന്ന. ഇനി 21ാമത്തെ ശ്ലോകം ഒരു 1.5 ശ്ലോക. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇടുതമൊന്നുമില്ല. ജ്ഞാനപ്രദീപം ഇത് നാൻമുഖനും. സാക്ഷാൽ ബ്രഹ്മാവിനെ ജ്ഞാനപ്രദീപം, ബ്രഹ്മാവാകുന്ന അറിവിൻ്റെ കടാവളക്കാണ് ശ്രീകൃഷ്ണ ലീലാവൃതം. സുരർഷി വര്യന്, സുരർഷി ദേവന്മാരുടെ ഋഷിക്ക് അങ്ങനെ പരാശരനന്ദനനും. അപ്പം നാരദർക്കും പരാശരനന്ദനായിരിക്കുന്ന വ്യാസനും ഇത് ജ്ഞാനപ്രദീപാണ്. വ്യാസാത്മജന് സാക്ഷാൽ ശുഖബ്രഹ്മവർഷിക്ക് ഭാഗവതം ജ്ഞാനപ്രദീപാണ്. വഴിക്കു വഴി നൽകിയതാരിവണ്ണം. അപ്പോൾ നാൻമുഖന് ഭഗവാൻ കൊടുത്തു, ശ്രീനാരായണൻ കൊടുത്തു. ബ്രഹ്മാവ് അത് മകനായിരിക്കുന്ന നാരദർക്ക് കൊടുത്തു. നാരദര് പരാശര മഹർഷിക്ക് കൊടുത്തു. പരാശരിൽ നിന്ന് വ്യാസാത്മജന്, അതായത് സുഖബ്രഹ്മർഷി കിട്ടി. അലിവാർന്ന് അഭിമന്യുസൂനുവിനും, അലിവാർന്ന് സുഖബ്രഹ്മ മഹർഷി ആർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്? അലിവാർന്ന് അഭിമന്യുസൂനുവിനും പരീക്ഷത്തിനും കൊടുത്തു. വഴിക്കു വഴി നൽകിയതാരിവണ്ണം, വഴിക്ക് ഇത് കൊടുക്കുണ്ടായി എന്ന് പറയണു. എന്നിട്ട് പറയണു, ഓരോരു ജീവനിലും ഉള്ളിൽ ഒരു കോമുണ്ട് അവിടെ. അപ്പോൾ ഓരോരോ ജീവനിലും ഉള്ളിൽ അചിന്ത്യശക്തി, ചിന്തിക്കാൻ പറ്റില്ല, അചിന്ത്യശക്തി നൽകിയിടും മഹിതമാം വിലപ്പെട്ടത്, ഏറ്റവും വിലപ്പെട്ടത് മഹിതമാം പരമാത്മതത്വം. ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ? പരമാത്മതത്വമാണ്. പരമാത്മാവിനെ പറ്റിയിട്ടുള്ള തത്വമാണ് ഭാഗവതം. അതറിയണം. അല്ലാണ്ട് 3-4 നേരം ഭിക്ഷ ഇല്ലാണ്ടിരിക്കാൻ പറ്റുമോ? അതാണ് ഭാഗവതം, പരമാത്മചിന്തനം. പരമാത്മതത്വം സത്യം വിശുദ്ധം അമൃതം വിമലം വിശോകം. ഭാഗവതം പഠിച്ചാൽ
സത്യം എന്താണെന്നുള്ളത് അറിയും. സത്യം ആത്മാവ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്. വിശുദ്ധാണ്, മനസ്സ് വിശുദ്ധാണ് ആയിരിക്കണം. അമൃതം, മരണമില്ലാത്ത അവസ്ഥ. പിന്നെയോ വിമലം, ചളി പറ്റാത്തത്. വിശോകം, ശോകമില്ലാത്തത്. ധ്യാനിക്കണം. ഈ അവസ്ഥയിൽ സത്യം വിശുദ്ധം അമൃതം വിമലം വിശോകം ധ്യാനിക്കാൻ ഞങ്ങൾ അഖിലാശ്രയം അത്ഭുതാഭമായിരിക്കുന്ന ഈ ഭാഗവതത്തിനെ ഞങ്ങൾ ആശ്രയിക്കണം. ആശ്രയിച്ചവരൊക്കെ നേരായിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആരായിരുന്നു, ഇപ്പം ഞാൻ ആരാണ് എന്നുള്ളത് അറിയുന്ന ഒരാളിത് കേൾക്കുന്നുണ്ട്. സ്വന്തം ഒരു മകൻ എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഉണ്ടാവാൻ വഴിയില്ല. പ്രായമല്ല പ്രശ്നം. പിന്നെയോ പ്രശ്നം അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ സാറ് എത്രത്തോളം നന്നാവണം, അവിടെയാണ്. അത് എനിക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ സാറ് അങ്ങേയറ്റം ഉയരണം. അതിനാണ് സത്യം വിശുദ്ധം അമൃതം വിമലം വിശോകം ധ്യാനിപ്പൂ ഞങ്ങൾ അഖിലാശ്രയ, അഖിലർക്കും ആശ്രയമായിട്ടുള്ള ആശ്രയം അത്ഭുതം കൂറുന്നതാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ 2020 ജൂൺ 2 ഈ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ജൂൺ മാസം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 21, 22, 23, 24, 25 5 വർഷമായി ഈ യൂട്യൂബ് തുടങ്ങിയിട്ട്. അതിലൊരു 3500 പ്രഭാഷണം എന്ന് പറഞ്ഞാൽ സംതിങ് എക്സ്ട്രാ ഓർഡിനറി എന്നെ സംബന്ധിച്ചിടത്തോളം. അതാണ് എൻ്റെ വളർച്ച. അത് മുഴുവൻ കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ബ്രഹ്മാവിന് ഈ ഒരമൃതം കൃപയാൽ ആരു നൽകിയോ, ബ്രഹ്മാവിന് ചതുർമുഖന് ഈ അമൃതം ആര് കൃപയാൽ നൽകിയോ, ശ്രീവാസുദേവനായി മിന്നും അവിടേക്ക് നമിപ്പൂ ഞാൻ. സാക്ഷാൽ ശ്രീഹരി ശ്രീമൻ നാരായണനാണ് ബ്രഹ്മാവിന് കൊടുത്തത്. ആ നാരായണന് എന്ത് ചെയ്യണു? നമസ്കാരം. സംസാര സർപ്പം ദംശിച്ച പരീക്ഷത്തിനലിഞ്ഞുടൻ രക്ഷ നൽകിയിടിന ശുഖ ബ്രഹ്മർഷിയെ നമിപ്പൂ ഞാൻ. പിന്നെ ആരെയാണ് നമസ്കരിക്കുന്നത്? സംസാരമാകുന്ന സർപ്പം. അവിടെ കാർക്കോടകൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് അവിടെയാണ് സത്യം. സംസാരമാകുന്ന സർപ്പം ദംശിച്ച പരീക്ഷത്തിന് അലിഞ്ഞുടൻ രക്ഷ നൽകിയിടിന ശുഖ ബ്രഹ്മർഷിയെ നമിപ്പൂ ഞാൻ. ജന്മം തോറും ഭവൽപാദഭക്തി വർദ്ധിക്കും ആ വിധം. ജന്മം തോറും അനേക ജന്മത്തിൽ നമ്മുടെ മിത്രമായിട്ട് ഇരുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഏതേത് ജന്മത്തിൽ അമ്മയായിരുന്നു അച്ഛനായിരുന്നു എന്നുള്ളതിന് നമ്മുടെ അടുത്ത് യാതൊരു തെളിവുമില്ല. പക്ഷേ ഓരോ ജന്മത്തിലും ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജന്മം തോറും ഭവൽപാദഭക്തി വർദ്ധിക്കും ആവിധം കടാക്ഷിക്കണം ഞങ്ങൾക്ക് നീയേ നാഥൻ മഹാപ്രഭോ. ഈ വരികളൊന്ന് ഉച്ചരിച്ചു നോക്കൂ. സ്വയം ഒരു 11 പ്രാവശ്യം നിങ്ങളിതൊന്ന് ഉച്ചരിക്കൂ. ഏത്? കടാക്ഷിക്കണം ഞങ്ങൾക്ക് നീയേ നാഥൻ മഹാപ്രഭോ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ജന്മം തോറും ഭവൽപാദഭക്തി വർദ്ധിക്കും ആവിധം കടാക്ഷിക്കണം ഞങ്ങൾക്കു നീയേ നാഥൻ മഹാപ്രഭോ. യവനുടെ തിരുനാമ സങ്കീർത്തനത്താൽ അകമകലും. ആരുടെ പേരുകൾ ഉച്ചരിച്ചാൽ പാപങ്ങൾ അകലും, സങ്കടങ്ങൾ അകലും. യവനുടെ തിരുനാമകീർത്തനത്താൽ അകമകലും, പാപങ്ങൾ അകലും. കമനീയ പാദപത്മം. അങ്ങനെയുള്ള ഭഗവാന്റെ മനോഹരമായ തിരുപാദപത്മം പണിയുകിൽ. അവിടെ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കൊടുക്കലല്ല, തൊഴ. പണി കൊടുക്കാനോ തൊഴ.
അപ്പോൾ കമനീയ പാദപത്മം പണിയിൽ അഴലാകെ നീങ്ങും, അഴലാകെ നീങ്ങും, കഷ്ടപ്പാടുകളൊക്കെ നീങ്ങും, നീങ്ങും ആ നൻ മരതകവർണ്ണനെ ഞാൻ. ആ നൻ ആരുടെ തിരുപാദ പത്മങ്ങൾ വണങ്ങിയാല പാപങ്ങളകല. ആ നന്മരതക വർണ്ണനെ ഞാൻ വണങ്ങിടുന്നു. അപ്പോൾ അവിടെ കൃഷ്ണനെ ആരായിട്ടാണ് വിഭാവനം ചെയ്യുന്നത്? മരതക വർണ്ണൻ, പച്ച നിറത്തിലുള്ളവൻ നടത്തും, അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ളവൻ, നീല കറുപ്പ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അങ്ങനെയൊക്കെ അതുവിധം. അതേപോലെ അതുവിധം അലിവേറിടുന്ന സാക്ഷാൽ ഗുരുഭവനേശ്വരൻ അമ്പോടിപ്രകാരം. അപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിക്ക് 7 കൊല്ലം പുറപ്പെടാശാന്തിയായിട്ട് ജോലി ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഉൾവിളിയുടെ അന്തിമ പരിരക്ഷയായിട്ടാണ് ഈ ശ്രീകൃഷ്ണ കഥാമൃതം എന്നുള്ള ഗ്രന്ഥം ഉണ്ടായിട്ടത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഗുരുഭവനേശ്വരനമ്പോടി പ്രകാരം അതിമധുര കഥാമൃതം നിവേദിപ്പതിന് ഇടവന്നതു തൻ കൃപാകടാക്ഷം. അപ്പോൾ ഈ ശ്രീകൃഷ്ണ കഥാമൃതമാകുന്ന 24,000 ചില്ലാൻ ശ്ലോകങ്ങൾ എഴുതി ഭഗവാന് നിവേദ്യമായി സമർപ്പിക്കാൻ സാധിച്ച താമരശ്ശേരി ഭട്ടതിരിക്ക് താമരശ്ശേരി പറയണത് ഭഗവാന്റെ കടാക്ഷം. ഞാനെന്താ പറഞ്ഞത്? ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മധുരമേറുന്ന വാക്കുകളെ കൊണ്ട് ഈ 24,000 ശ്ലോകങ്ങൾ ഈ ശ്രീകൃഷ്ണ കഥാമൃതാക്കി അദ്ദേഹം നിവേദിച്ചത് അവിടെ ഇങ്ങനെ വിൽക്കുകയാണ്. എവിടെ? ഒരു പുസ്തക രൂപത്തിൽ. അത് 2012 ജോലി റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഒരു പ്രാവശ്യം ഏതോ ഒരു അനുഗ്രഹ വർഷ ദിവസം ഗുരുവായൂർ പോവാനും ഈ ഒരു കൃതി വാങ്ങാനും സാധിച്ചതും അത് അക്ഷരം പ്രതി ആവർത്തിച്ച് വായിച്ച് അതിൻ്റെ സാരസത്തുക്കളെ മാർക്ക് ചെയ്ത് വയ്ക്കാനും എനിക്ക് സാധിച്ചു. പിന്നെ എന്തൊക്കെയോ നാരായണ ജപ മഹാത്മ്യം, രാമായണ തത്വം, ഭഗവത്ഗീത പറഞ്ഞില്ലേ, ദേവി ഭാഗവതം. അപ്പോഴാണ് ഇത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, പറയൂ എന്നൊരു ഉൾവിളി നമുക്ക് തന്നത്. അപ്പോൾ താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരി ഇങ്ങനെ ഒരു ബൃഹത്തായിട്ടുള്ളൊരു കാവ്യം എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ഇത്രയും അനുഭൂതി പ്രദാനം ചെയ്യുന്നൊരു ഗ്രന്ഥം മിസ്സായേനെ. അത് എനിക്ക് മാത്രമല്ല, ഇത് സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള നിങ്ങൾക്കും. നിങ്ങളും ആരെ നമസ്കരിക്കണം? താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിനെ നമസ്കരിക്കുക. അതെല്ലാം എത്തണത് എവിടെയാണ്? ശ്രീഹരിയിൽ, ഭഗവാനിൽ, അവരവരുടെ ഹൃദയപത്മത്തിലുള്ള ബ്രഹ്മസ്വരൂപനിൽ. അപ്പോൾ പറഞ്ഞു, പിന്നെ ഭഗവാന്റെ കൃപാകടാക്ഷാണ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ പറയണു 28ാമത്തെ ശ്ലോകം. ഇനിയൊക്കെ ആകെ ഇതിലെത്ര 31 ശ്ലോകമുള്ളൂ. 28, 29, 30, 31. എത്ര വരിയാന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. 6 വരി, 7 വരി, 8 വരിയൊക്കെ ഉണ്ട്. നോക്കാം. ഗോവിന്ദ അമൃതലീല പോലെ മധുരം മറ്റൊന്നുമില്ല ഏവനും. 1.5 ശ്ലോക. എന്താ പറഞ്ഞത്? ഗോവിന്ദാമൃതലീല ശ്രീകൃഷ്ണ ലീലാമൃതം തന്നെയാണ്. ഗോവിന്ദ അമൃതലീല പോലെ മധുരം മറ്റൊന്നുമില്ല ഏവനും. നാവിനും ശ്രവണത്തിനും കരളിനും സംശുദ്ധി നൽകിയിടുവാൻ ശരീരത്തിലുള്ള ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഇന്ദ്രിയ സമൂഹങ്ങൾക്കും ശ്രേഷ്ഠമായൊരവസ്ഥയെ പ്രദാനം ചെയ്യാൻ ഏതിന് സാധിക്കും? ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തിന് സാധിക്കും. നാവിനും ശ്രവണത്തിനും കരളിനും സംശുദ്ധി നൽകിയിടുവാൻ ജീവന്മാർക്കിത് അപൂർവമാം. അത് ശരിയാ, ജീവനുള്ളവർക്കൊക്കെ ഇത് അപൂർവമായിട്ടുള്ളൊരു സന്ദർഭമാണ്. കാരണം ഞാൻ വളരെ വീണ് താണ് കൈകൂപ്പി ആൾക്കാരോട് പറയാറുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. എന്നെ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്, സനാതനധർമ്മത്തിൻ്റെ നാരായവേരായിട്ടുള്ള ഭാഗവതത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ പറയണത്. എനിക്കല്ല സപ്പോർട്ട്. എനിക്ക് സപ്പോർട്ട് എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്രൈറ്റായിട്ട് ഇരിക്കണത്. അപ്പോൾ
അത് അപൂർവമാണ്. കാരണം എന്താ? മായയാണ് അവരെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുന്നത്. മായാനാഥനായിരിക്കുന്ന ശ്രീഹരിയുടെ കൃപാകടാക്ഷം ഇല്ലാതെ കണ്ട് ഇത് സ്വന്താക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവന്മാർക്ക് ഇത് അപൂർവമാം വഴി തുറന്നേകുന്നു തൻ തൃക്കഴൽ പൂവിൻ ചോടണവാൻ അലിഞ്ഞ് കരുണാപദോതിയാം ഈശ്വരൻ. എന്തപ്പോൾ പറഞ്ഞത്? നാവിനും ശ്രവണത്തിനും കരളിനും സംശുദ്ധി നൽകിയിടുവാൻ ജീവന്മാർക്ക് ഇത് അപൂർവമാം വഴി തുറന്നേകുന്നു. ആരാ വഴി തുറന്നേകുന്നത്? ഭഗവാൻ വഴി തുറന്നേകുന്നു. തൻ തൃക്കടൽ, ഭഗവാന്റെ തിരുപാദപത്മങ്ങളാവുന്ന പൂവിൻ്റെ ചോട്ടിൽ അലിയാൻ വേണ്ടി ഭഗവാൻ വഴി തുറന്നിടണു. കരുണാപദോതിയാം ഈശ്വരൻ. സംസാരസാഗരല്ല, കരുണാസാഗരനായിരിക്കുന്ന ഭഗവാൻ വഴി തുറന്ന് തരണമെന്നാണ് പറഞ്ഞത്. 29ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. സദ്ധർമ്മേശ്ച, നല്ല ധർമ്മങ്ങൾ ചെയ്യാനുള്ള. സദ്ധർമ്മേശ്ച സമസ്തമൈത്രി, ജീവജാലങ്ങളോട്, ഈ 54 ലക്ഷം സ്പെസീസ് ഓഫ് ക്രിയേച്ചറിനോടും എന്ത് വേണം? മൈത്രി. ഗുരുഭൂതന്മാരിൽ അത്യാദരം. അവിടെ കരുണാകരൻ പിള്ളയുടെ സ്ഥാനം പ്രഥമമായിട്ട് നിൽക്കണം. കരുണാകരൻ പിള്ള സാറ് ഇല്ലായിരുന്നെങ്കിൽ പട്ടാമ്പി രാജഗോപാലൻ ഉണ്ടാവില്ല. അതൊരു PN രാജഗോപാലനായിട്ട്, ഒരു റിട്ടയേർഡ് സ്റ്റെനോഗ്രാഫറായിട്ട് കഴിയുന്ന ഒരാളാവും. അങ്ങനെയല്ല, കരുണാകരൻ പിള്ള സാറ് ബോംബെക്ക് വരാനും നമ്മളായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവാനും അതും അനുഭവിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ മകൾ ഇത് കേൾക്കുന്നുണ്ട്, ബോംബെയിലുള്ള എൻ്റെ കൂട്ടുകാർ, പ്രത്യേകിച്ച് ചേച്ചി. അപ്പോൾ സദ്ധർമ്മേശ്ച സമസ്തമൈത്രി ഗുരുഭൂതന്മാരിൽ അത്യാദരം സത്യം സൗമ്യം മൗനം ഈ വക പലേ ശൗശീല്യവും. ഇത് വായിച്ച് പഠിച്ചാൽ ഈ വക ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. സത്യം സൗമ്യം, സൗമ്യത, മൗനം ഈ വക പലേ ശൗശീലവും. നാൾക്കുനാൾ 840 ദിവസത്തിലാണ് ഞാനിത് കഴിച്ചു കൂട്ടിയത്. അപ്പോൾ 840 ദിവസം ഭഗവാന്റെ തിരുപാദ പത്മമായിട്ട് നമ്മളിങ്ങനെ അലിഞ്ഞു ചേരുകയാണ്. 840 എന്ന് പറഞ്ഞാൽ എത്രയായി? ഒരു 2 വർഷത്തിൽ കൂടുതലായില്ലേ? 365 365 അല്ലേ? 300 300 600 അതായി. പിന്നെ 65 65 130 തൊട്ടായി. പിന്നെയും കിടക്കണം 2 ചില വർഷം. അതാണ് പറഞ്ഞത്. അപ്പോൾ സത്യം സൗമ്യതാമൗനം ഈ വക പലേ സൗമ്യശീലവും ശൗശീലവും നാൾക്കുനാൾ ഭക്തിജ്ഞാനവും ഒത്തുയർന്നതു വിധം. നമ്മളതിനെ ഉയർത്തുന്നതാരാ? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ. ഭക്തിജ്ഞാനവും ഒത്തുയർന്നതു വിധം കാൽ കൊണ്ടൽ വർണ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ തെളിഞ്ഞ് ഉൾത്താരിൽ കളിയാടും ഈ ഒരമൃതം ശീലിക്കലാരിലും. നാരായണൻ, ശ്രീമൻ നാരായണൻ വാസുദേവ ചൈതന്യമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. അതുതന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് ആടിത്തിമിർക്കുക. പ്രമോഷയില്ലേ? അപ്പോൾ കാർ കൊണ്ടൽ വർണ്ണൻ തെളിഞ്ഞ ഉൾത്താരിൽ കളിയാടും ഈ ഒരമൃതം ശീലിക്കലാരിലും ആരാകിലും. ഇനി 30ാമത്തെ അവസാനത്തെ 9ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണാർപ്പണമായി വരേണം അഖിലം. സർവം ശ്രീകൃഷ്ണമയം അല്ലേ? അതാണ് ശ്രീകൃഷ്ണാർപ്പണമായി വരേണം അഖിലം. ചിന്തിപ്പതും ചൊൽവതും, ചിന്തിക്കുന്നത് എന്തൊക്കെയുണ്ടോ, അത് പറയുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ശ്രീകൃഷ്ണാർപ്പണമായിട്ട് വിടുക. അപ്പോൾ അതിന് വിഷമം വരില്ല. അതിന് പാപമില്ലാത്ത വാക്കുകളായിട്ട് മാറിയത്. ശ്രീകൃഷ്ണാർപ്പണമായി വരേണം അഖിലം. ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിൽ ആഗ്രഹം ഉറന്നീടായ മറ്റൊന്നിലും. ഉള്ളിൽ വേറൊന്നിനും ആഗ്രഹം ഉണ്ടാവാണ്ടിരിക്കുക. സ്ത്രീക്ക് പുരുഷനും പുരുഷന് സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിനൊന്നും അവിടെ സ്ഥാനമില്ല. പണത്തിന് അവിടെ സ്ഥാനമില്ല, പദവിക്ക് അവിടെ സ്ഥാനമില്ല. അപ്പം അതാണ് പറഞ്ഞത്, ചെയ്തിടുന്നത് ഉള്ളിൽ ആഗ്രഹം ഉറന്നീടായ മറ്റൊന്നിലും. പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നീടും ഈ ബ്രഹ്മം അകക്കുരുന്നിൽ. ബാലബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ബ്രഹ്മം എന്നർത്ഥം, കുട്ടിബ്രഹ്മം. ഈ കുട്ടിബ്രഹ്മം എന്ന് ആരെയാണ് പറഞ്ഞത്? കൃഷ്ണനെ, ഉണ്ണികൃഷ്ണനെ, ശ്രീകൃഷ്ണനെ.
പശുപാലകനെ, ഗോപാലബാലനെ, എന്തൊക്കെ വേണോ അതൊക്കെ വിളിച്ചോളൂ. അതൊക്കെ പാകാം, എന്ത് വിളിച്ചാലും പാകാണ് അദ്ദേഹത്തിന്. പീലിപ്പൊൻ മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നീടും ഈ ബാലബ്രഹ്മം അകക്കുരുന്നിൽ ഉള്ളിലിരിക്കുകയാണ് ആള്. എവിടെ? നമ്മുടെ ഹൃദയപത്മത്തിൽ, നമ്മളാകുന്ന ഓരോരുത്തരുടെയും ഹൃദയപത്മത്തിൽ. ബ്രഹ്മകക്കുരുന്നിൽ വിളയാടേണം നമുക്കങ്ങിനെ. ആ ശ്രീകൃഷ്ണൻ നമ്മുടെ മനസ്സിൽ, അവിടെ നമുക്ക് നൃത്തമാടൂ കൃഷ്ണ എന്ന് പറയാം. അതിന് ശ്രീകൃഷ്ണ കഥാമൃതം മുഴുവൻ പഠിക്കണം, എന്നിട്ടേ പറയാൻ പാടുള്ളൂ നൃത്തമാടൂ. അതാണ് അതിൻ്റെ ഭംഗി. പിന്നെ അവസാനത്തെ ശ്ലോകം, പൊൻ തൃക്കാൽ തളയും കുലുക്കി വിളയാടിയിടുന്നു കൺമുമ്പിൽ വന്ന് അന്തര്യാമി നമസ്കരിച്ചിടുക നാം. നമ്മുടെ ഉള്ളിൽ തത്തിക്കളിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ പാതാരവിന്ദത്തെ നമസ്കരിക്കുക. അദ്ദേഹം നമ്മുടെ ഉള്ളിൽ അന്തര്യാമിയായിട്ട് വളങ്ങണമെന്നാണ് ഇത് കരുതിയാൽ മതി. ആ തേജോപുഞ്ചം ഒറ്റ ആരുമല്ല, സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ. എത്രയോ മന്വന്തരങ്ങൾ, എത്രയോ യുഗങ്ങൾ മാറി. ആ യുഗങ്ങളെ, ഓരോ യുഗങ്ങളും എന്താ പറയുക, ത്രേതായുഗം, പിന്നെ സംസാരിക്കുമ്പോൾ വാക്കുകൾ വരുന്നില്ല, ഇത് കഴിയാൻ പോവുക, അതുകൊണ്ട് അല്ലാണെന്നല്ല. അപ്പോൾ 4 യുഗങ്ങൾ കൂടിയിട്ടുള്ള ഇത് കാലം എത്ര എണ്ണാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ആദ്യം മുതൽക്കുള്ള യുഗങ്ങളിൽ ഈ ദ്വാപര യുഗത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം. അപ്പോൾ ഇത് 5000 വർഷം എന്ന് പറയരുത്, അത് അബദ്ധമാണ്. എത്ര 5000 വർഷം കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു, പൊൻതൃക്കാൽ തളയങ്കുലുക്കി വിളയാടിയിടുന്ന കൺമുമ്പിൽ വന്ന് അന്തര്യാമി നമസ്കരിച്ചിടുക നാം. ആ അന്തര്യാമീനെ ഫോട്ടോയിൽ നമസ്കരിക്കുകയാണെങ്കിലും വളക്കമ്പിൽ നമസ്കരിക്കുകയാണെങ്കിലും ഈ നമസ്കാരം വാങ്ങുന്നത് നമ്മുടെ ഹൃദയപത്മത്തിലുള്ള ഉണ്ണികൃഷ്ണനാണ്, ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമസ്കരിച്ചിടുക നാം തൃപ്പാദപത്മങ്ങളിൽ. എന്തോ ഭാർഗവരാമൻ ഏവരെയും ഇങ്ങ് ആശീർവദിച്ചാൻ പരം. ഭാർഗവരാമൻ, അതായത് കേരളീയരെ എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ ഭാർഗവരാമൻ ഏവരെയും ഇങ്ങാശീർവദിച്ചാൻ പരം. സന്തോഷിച്ചു മരുൽപുരേശനും ഇതാ. ഭഗവാനും സന്തോഷിച്ചു, തൂകുന്നു മന്ദസ്മിതം. ഈ ശ്രീകൃഷ്ണലീല കഥാമൃതം അവസാനിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ, അവരവരുടെ ഉള്ളിൽ മനോപത്മത്തിൽ മനസ്സാകുന്ന താമരയിൽ ഇരുന്നിട്ട് ഭഗവാൻ മന്ദസ്മിതം തൂകുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു അനുഭൂതി രസമുണ്ടല്ലോ, അതിലൊരു കണിക ഞാനും അനുഭവിക്കുന്നുണ്ട്. അവിടെ ഞാൻ നിർത്തുകയാണ്. കഴിഞ്ഞു, സംഗതി പരിപാടി കഴിഞ്ഞു. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ ഗുരുപുരേശ കൃപാനിർഗളിതേ ഉത്തരാർത്ഥേ ഏകനവതിതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ വേദവ്യാസാദി പരമഗുരുഭ്യോ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീകൃഷ്ണാർപ്പണമസ്തു.